പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കറണ്ട് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് I പ്രൊപ്പോർഷണൽ ടു V എന്ന റിലേഷനിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന കാര്യമാണ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലെങ്ത്, ഏരിയ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, അതുപോലെ ടെമ്പറേച്ചർ എന്നിവ അതിൽ പെട്ടവയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടായി. അപ്പൊ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം ഓംസ് ലോ ഡിറൈവ് ചെയ്യുന്ന റിലേഷൻ ഫോം ചെയ്തപ്പം R is equal to ML by NA E square tau എന്ന ഇക്വേഷൻ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. M മാസ് ഓഫ് ഇലക്ട്രോൺ, L ലെങ്ത് ഓഫ് ദ വയർ, N നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, A എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, E ചാർജ് ഓഫ് ഇലക്ട്രോൺ, ആൻഡ് tau ഈസ് ദ റിലാക്സേഷൻ ടൈം. അത് നമ്മൾ കണ്ടു. ഈ ഇക്വേഷൻ പ്രകാരം ടെമ്പറേച്ചർ കൂടുമ്പോൾ എങ്ങനെ റെസിസ്റ്റൻസ് മാറുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ എങ്ങനെ റെസിസ്റ്റൻസ് മാറുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫോർ മെറ്റൽസ് when temperature increases, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹീറ്റ് എനർജി കിട്ടുകയാണ് ചെയ്യുന്നത്. ആ മെറ്റീരിയലിലുള്ള ഓരോ ആറ്റത്തിനും അല്ലെങ്കിൽ ഇലക്ട്രോണുകൾക്കും ഹീറ്റ് എനർജി കിട്ടുന്നു. അത് സ്വതവേ വൈബ്രേഷനിലാണ്, റാൻഡം മോഷനിലാണ്. കൂടുതൽ എനർജി കിട്ടുമ്പോൾ അവയുടെ വൈബ്രേഷൻ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദെയർ വൈബ്രേഷൻസ് ബിക്കംസ് മോർ ഫ്രീക്വന്റ്. കൂടുതൽ വേഗത്തിൽ കൊളൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ടോ എന്താവുകയാണ് ചെയ്യുക? റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യും. കാരണം റിലാക്സേഷൻ ടൈം എന്ന് വെച്ചാൽ രണ്ട് കൊളീഷൻസിന്റെ ഇടയിലുള്ള സമയത്തിനാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ വേഗത്തിൽ കൊളൈഡ് ചെയ്യുമ്പോൾ റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യും. ടോ ഡിക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഡിനോമിനേറ്ററിലുള്ള ഒരു ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താവും? ഇൻക്രീസ് ചെയ്യും. സോ ഫോർ മെറ്റൽസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അതായത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് ഇത് പറയാൻ പറ്റുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്യുന്നു, ഇലക്ട്രോൺസിന് കൂടുതൽ എനർജി കിട്ടുന്നു. സോ ദ കൊളിഷൻസ് ബിക്കം മോർ ഫ്രീക്വന്റ്. സോ റിലാക്സേഷൻ ടൈം ടോ ഡിക്രീസസ്, ദെയർഫോർ R ഇൻക്രീസസ്. അത് തിരിച്ചും പറയാം നമുക്ക്. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഹീറ്റ് എനർജി കുറയുന്നു, ഇലക്ട്രോൺസിന് കിട്ടുന്ന എനർജി കുറയുന്നു, വൈബ്രേഷൻസ് കുറയുന്നു, അല്ലെങ്കിൽ വളരെ മെല്ലെ ആവുന്നു. അതുകൊണ്ട് രണ്ട് കൊളിഷൻസിന്റെ ഇടയിലുള്ള സമയം കൂടുന്നു. സോ ടോ ഇൻക്രീസ് ചെയ്യുമ്പോൾ R കുറയുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. ഓക്കെ, ദെൻ ഫോർ സെമി കണ്ടക്ടേഴ്സ്, മെറ്റൽസ് മാത്രമല്ല സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സെമി കണ്ടക്ടേഴ്സിനും ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹീറ്റ് എനർജി ഇൻക്രീസ് കിട്ടുകയും വൈബ്രേഷൻസ് കൂടുകയും ടോ കുറയുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിനേക്കാളും ഒക്കെ പ്രിഡോമിനന്റ് ആയിട്ട് നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വിൽ സ്റ്റാർട്ട് ഇൻക്രീസിങ്. സെമി കണ്ടക്ടർ എന്താണെന്ന് ഞാൻ മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ 4 ഇലക്ട്രോണുകളാണ് ജർമാനിയം, സിലിക്കൺ പോലെയുള്ള സെമി കണ്ടക്ടേഴ്സിന് ഉണ്ടാവുക. ഇവ ചുറ്റുപാടുമുള്ള 4 ആറ്റങ്ങളുമായിട്ട് കോവലന്റ് ബോണ്ടിങ്ങിലായിരിക്കും. അപ്പൊ വളരെ ലോ ടെമ്പറേച്ചറിലായിരിക്കുമ്പോൾ എല്ലാ ഇലക്ട്രോൺസും കോവലന്റ് ബോണ്ടിങ്ങിലായിരിക്കും. ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടായിരിക്കുന്ന അവസ്ഥയല്ല. When temperature increases, the number of free electrons will become more and more. അതായത് കൂടുതൽ ഇലക്ട്രോൺസിന് എനർജി കിട്ടുന്നു, അവ കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഫ്രീ ആവുന്നു. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് N സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. N ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഡിനോമിനേറ്ററിലുള്ള ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്താവും? ഡിക്രീസ് ചെയ്യും. സോ ഫോർ സെമി കണ്ടക്ടേഴ്സ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഓക്കെ, അവിടെയും ഈ ടോ ഡിക്രീസ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക N ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ N കൂടുന്നു, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് സെമി കണ്ടക്ടേഴ്സിന്റെ നേച്ചർ. സോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇത് അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുകൊണ്ട് മെറ്റൽസിന് ഇൻക്രീസ് ചെയ്യുന്നു റെസിസ്റ്റൻസ്, എന്തുകൊണ്ട് സെമി കണ്ടക്ടേഴ്സിന് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിനെ പറയാൻ വേണ്ടി നമ്മൾ മറ്റ് ചില ക്വാണ്ടിറ്റീസിനെയും കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. അതാണ്
temperature coefficient of resistance. Temperature coefficient of resistance. അതായത് resistance at any temperature RT. Resistance at any temperature 30 degree Celsius 50 degree Celsius ഉള്ള ഒരു വയറിന്റെ resistance at any temperature T is equal to ഒരു ഇക്വേഷൻ നിങ്ങൾ പരിചയപ്പെടുകയാണ് R0 into 1 plus alpha T plus beta T square. ഇങ്ങനെ പോവും. എക്സ്ട്രാ ടേംസും കൂടി ഉണ്ട്. Where R0 is the resistance at 0 degree Celsius. 0 degree Celsius ഉള്ള resistance ആണ് R0. Alpha and beta are two constants. Okay. T is the temperature. Resistance at any temperature T, RT, is equal to R0 into 1 plus alpha T plus beta T square plus etc. അങ്ങനെ പോകും. Since beta is a very, very small value, we can neglect that and the equation becomes RT is equal to R0 into 1 plus alpha T. This alpha is known as the temperature coefficient of resistance. Okay. ഇവിടെയുള്ള ഈ ആൽഫയുടെ പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് അത് എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാണ്. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാണ്. R0 പ്ലസ് R0 ആൽഫ ടി. RT is equal to ഇത് ഇങ്ങോട്ട് എടുക്കുകയാണ്. That is RT minus R0 equal to R0 alpha T, or alpha equal to RT minus R0 by R0 into T. RT minus R0 by R0 into T. അതായത് മുകളിൽ ഇതിന്റെ യൂണിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുകളിൽ റെസിസ്റ്റൻസ് മൈനസ് റെസിസ്റ്റൻസ് എന്നാണ്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് തന്നെ വരും. മുകളിൽ ഓം ആണ് യൂണിറ്റ് വരിക. താഴെ റെസിസ്റ്റൻസ് ആണ്. ഓം തന്നെയാണ് യൂണിറ്റ്. അപ്പൊ മുകളിലുള്ള ഓമും താഴെയുള്ള ഓമും കട്ടായി പോവും. താഴെ ടി മാത്രമാണുള്ളത്. ടി ഈസ് ടെമ്പറേച്ചർ. സോ 1 by ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്നാണ് വരിക. ദാറ്റ് ഈസ് ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 അല്ലെങ്കിൽ കെൽവിൻ റേസ് ടു -1 ആണ് ആൽഫയുടെ യൂണിറ്റ്. ഇനി എന്താണ് ആൽഫ എന്ന് ചോദിച്ചാൽ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ റെസിസ്റ്റൻസിൽ എത്ര ചേഞ്ച് വരുന്നു, അതാണ് ആൽഫ. ഇപ്പൊ 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു കോപ്പർ വയർ അതിനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 31 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റി. അപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് എത്ര ചേഞ്ച് ചെയ്തു, അതാണ് ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. റൈസ് ഓർ ഫോൾ, യൂണിറ്റ് ഡിഗ്രി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസിൽ എത്ര ചേഞ്ച് വരുന്നു, യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ എന്ന് മനസ്സിലാക്കാനുള്ള ടേമാണ് ആൽഫ. Its unit is degree Celsius raised to -1 or Kelvin raised to -1. എങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത്? ആൽഫയുടെ വാല്യൂ RT equal to R0 into 1 plus alpha T. ആൽഫയുടെ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ R0 plus R0 alpha T. RT minus R0 equal to R0 alpha T. Alpha equal to RT minus R0 by R0 into T. And its unit is either degree Celsius raised to -1 or SI unit ആകുമ്പോൾ Kelvin raised to -1. So rise in temperature for rise in resistance for unit degree change in temperature, that is alpha. Okay. ഇനി ഈ ഇക്വേഷന് പകരം നമ്മൾ വേറൊരു തരത്തിൽ ഈ ആൽഫ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അതായത് 2 റെസിസ്റ്റൻസും 2 ടെമ്പറേച്ചറും. T1 എന്നുള്ള ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് R1 ആണെന്നും T2 എന്ന ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് R2 ആണെന്നും വിചാരിക്കുക. T1 എന്ന ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് R1ഉം T2വിലെ റെസിസ്റ്റൻസ് R2ഉം ആണെന്ന് വിചാരിക്കുക. അതായത് 30 ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റൻസ് 10 ഓം, 35 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് 16 ഓം. അങ്ങനെ 2 ടെമ്പറേച്ചറും 2 റെസിസ്റ്റൻസും ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആൽഫ കണ്ടുപിടിക്കുക? ഇവിടെയോ ഈ ഇക്വേഷനിൽ RT റെസിസ്റ്റൻസ് അറ്റ് എനി ടെമ്പറേച്ചർ കിട്ടാൻ R0 ഉണ്ടാവണം. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവണം. ഇത് R0 ഇല്ല. പകരം T1ലുള്ള റെസിസ്റ്റൻസും T2ലുള്ള റെസിസ്റ്റൻസും ആണെങ്കിൽ എങ്ങനെയാണ് ആൽഫ കിട്ടുക എന്നാണ് നോക്കുന്നത്. ഈ ഇക്വേഷൻ പോലെ തന്നെ ഞാനിവിടെ എഴുതാണ്. RT എന്നുള്ളതിന് പകരം R1 ഈക്വൽ ടു R0 into 1 plus alpha T1. ഓക്കെ. R2 is equal to അതേപോലെ R0 into 1 plus alpha T2. വേണമെങ്കിൽ ക്യാപിറ്റൽ T തന്നെ എഴുതാം. ആൽഫ T1 ആൽഫ T2 ഡിവൈഡ് ചെയ്യുന്നു. R1 by R2.
ഇക്വേഷൻ ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 1 പ്ലസ് ആൽഫ T1 ബൈ 1 പ്ലസ് ആൽഫ T2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. R1 into 1 plus alpha T2 equal to R2 into 1 plus alpha T1. Expand ചെയ്യാണ്. R1 plus R1 alpha T2 equal to R2 plus R2 alpha T1. ഓക്കെ, ആൽഫയുള്ള ടേം ഒക്കെ ഒരു ഭാഗത്തേക്കും റെസിസ്റ്റൻസ് ഉള്ള ടേം ഒരു ഭാഗത്തേക്ക് വെക്കാണ്. അതായത് ഇത് അങ്ങോട്ട് എടുക്കാണ്, ഇത് ആൽഫയുള്ള ടേംസ് ഒക്കെ ഇങ്ങോട്ട് എടുക്കാണ്. ദാറ്റ് ഈസ് R1 alpha T2 മൈനസ് R2 alpha T1 ഈക്വൽ ടു ഇപ്പുറത്തുള്ളത് R2, ഈ R1 അങ്ങോട്ട് എടുക്കുന്നു, മൈനസ് R1. കോമൺ ഫാക്ടർ ആയിട്ട് ആൽഫ എടുക്കാണ്. That is R1 T2 minus R2 T1 equal to R2 minus R1. So alpha is equal to R2 minus R1 divided by R1 T2 minus R2 T1. Okay. അപ്പോൾ ആൽഫയ്ക്ക് നമ്മൾ മറ്റൊരു ഇക്വേഷൻ കൂടെ കണ്ടെത്തുകയാണ് ചെയ്തത്. R2 minus R1 by R1 T2 minus R2 T1. This is the equation for alpha if we know the resistances at two temperatures. T1, T2 degree Celsius അല്ലെങ്കിൽ കെൽവിനിലുള്ള റെസിസ്റ്റേഴ്സ് R1, R2 അറിയുമെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൽഫയുടെ വാല്യൂ ആണ് R2 minus R1 by R1 T2 minus R2 T1. So this is about temperature dependence of resistance. ഇതേപോലെ നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റിയും ചെയ്യാം. റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത്? റെസിസ്റ്റിവിറ്റി എന്താണെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. റെസിസ്റ്റിവിറ്റി റോ, that is rho is equal to RA by L. അല്ലേ? റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ, that is called റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്നാണ് നമ്മൾ പഠിച്ചത്. നേച്ചറിനെ മാത്രമല്ല ടെമ്പറേച്ചറിനെയും കൂടെ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കണ്ടിരുന്നു. റോ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്നുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു. ഇതില് നേരത്തെ ടെമ്പറേച്ചറിന്റെ ഡിപ്പെൻഡൻസ് പറഞ്ഞ അതേപോലെ തന്നെ ഫോർ മെറ്റൽസിന്റെ കേസിൽ when temperature increases എന്ത് ചെയ്യും? കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് കൊളിഷൻസ് നടക്കും. അതുകൊണ്ട് റിലാക്സേഷൻ ടൈം ടോ കുറയും. therefore റോ ഇൻക്രീസ് ചെയ്യും. So as temperature increases, resistivity increases. That is for metals. തിരിച്ചും when temperature decreases, resistivity decreases. അതേപോലെ for സെമികണ്ടക്ടേഴ്സിനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റോ ഡിക്രീസ് ചെയ്യും. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റോ ഡിക്രീസസ്. ഓക്കെ, അപ്പം ഈ ആൽഫയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു. ഈ ആൽഫ മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ റെസിസ്റ്റൻസിന്റെ ഇതിലേക്ക് തിരിച്ചു പോവാണ്. മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ആൽഫ വിൽ ബി പോസിറ്റീവ്. കാരണം എന്താണ്? RT is equal to R0 into 1 plus alpha T എന്നാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ, ഉദാഹരണത്തിന് 30 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് 0 ഡിഗ്രി ഉള്ളതിനേക്കാളും കൂടുതലായിരിക്കും. മെറ്റൽസിന്റെ കേസിലാണ്. അപ്പൊ 0 ഡിഗ്രിയിലുള്ള റെസിസ്റ്റൻസിനെക്കാളും RT കൂടുതലാവണമെങ്കിൽ ഇവിടെ പ്ലസ് വാല്യൂ ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. സോ ഫോർ മെറ്റൽസ് ആൽഫ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, and for സെമികണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ T ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് 0 ഡിഗ്രി ഉള്ളതിനേക്കാളും കുറയണമെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കണം? നെഗറ്റീവ് ആയാൽ മാത്രമേ അത് വാല്യൂ കുറഞ്ഞു വരുള്ളൂ. സോ ഫോർ സെമികണ്ടക്ടേഴ്സ് ആൽഫ ഈസ് നെഗറ്റീവ്. ഓക്കെ, ഇതാണ് ആൽഫ വെച്ചിട്ട് എങ്ങനെയാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ. പോസിറ്റീവ് ആണ് ആൽഫയുടെ വാല്യൂ എങ്കിൽ അത് മെറ്റൽ ആയിരിക്കും. നെഗറ്റീവ് ആണ് ആൽഫയുടെ വാല്യൂ ആണെങ്കിൽ സെമി കണ്ടക്ടർ ആയിരിക്കും. ഇനി വേറെ ചില വസ്തുക്കളുണ്ട്. അവയുടെ ആൽഫയുടെ വാല്യൂ ആൽഫ ഇസ് ഈക്വൽ ടു 0 ഉള്ള വസ്തുക്കളുണ്ട്.
ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് 0 ആണ്. ദാറ്റ് മീൻസ് ദെയർ റെസിസ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ കൂടിയാലും ശരി, ടെമ്പറേച്ചർ കുറഞ്ഞാലും ശരി, റെസിസ്റ്റൻസിനെ അത് ബാധിക്കാത്ത ചില വസ്തുക്കളുണ്ട്. അത്തരം വസ്തുക്കൾക്ക് ആൽഫ 0 ആയിരിക്കും. ഇപ്പൊ മെറ്റൽസിന് ആൽഫ പോസിറ്റീവും സെമി കണ്ടക്ടറിന് ആൽഫ നെഗറ്റീവ് ആയിരിക്കും. അതേസമയം ചില വസ്തുക്കൾക്ക് ആൽഫ 0 ഉള്ള വസ്തുക്കളുണ്ട്. ദേ ആർ ഫോർ എക്സാമ്പിൾ മംഗാനിൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റൻ ഓർ നിക്രോമും ഏതാണ്ട് അങ്ങനെയൊക്കെ പറയാം നമുക്ക്. നിക്രോം പോലെയുള്ള വസ്തുക്കളുടെ ആൽഫ 0 ആണ്. Their resistance is independent of temperature variation. So they are used for making standard resistance. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വസ്തുക്കളെയാണ് ഉപയോഗിക്കുക. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ നേരം കറണ്ട് കടന്നു പോകുമ്പം സാധാരണ മെറ്റൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചൂടാവുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ നേരത്തെ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ സർക്യൂട്ടിലെ മറ്റു ക്വാളിറ്റീസ് ഒക്കെ മാറിപ്പോകും. അതേസമയം ഇങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ കുറെ നേരം കറണ്ട് കടന്നു പോകുമ്പം ചൂടാവുമെങ്കിലും ടെമ്പറേച്ചർ വരുമെങ്കിലും റെസിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ആ സർക്യൂട്ടിലുള്ള ബാക്കി ഒരു ക്വാളിറ്റീസും മാറിപ്പോവില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ആയിട്ട് ഉണ്ടാക്കാൻ ആൽഫ 0 ആയിട്ടുള്ള മംഗാനിൻ, കോൺസ്റ്റന്റൻ ഓർ നിക്രോം പോലെയുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് തിരിച്ചു പോയത്. റെസിസ്റ്റിവിറ്റിയുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മെറ്റൽസിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും, സെമി കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും എന്ന് പറഞ്ഞു. അതിന്റെ ഗ്രാഫിന്റെ നേച്ചർ വരയ്ക്കുകയാണെങ്കിൽ, മെറ്റൽസിന്റെ കേസിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ റോയും ഇവിടെ ടെമ്പറേച്ചറുമാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ അല്ല, ഒരു പാരബോളിക് നേച്ചർ ആയിട്ടാണ് ഇങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക. So this is for metals like copper. Okay. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ റോയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ടെമ്പറേച്ചറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അതും സ്ട്രൈറ്റ് ലൈൻ അല്ല, അതിന്റെ നേച്ചർ പാരബോളിക് ആണ്. ഇങ്ങനെയാണ് അതിന്റെ നേച്ചർ വരുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ഇനി മൂന്നാമത്തെ ടൈപ്പ് മെറ്റീരിയൽസ്, ആൽഫ 0 ആയിട്ടുള്ള വസ്തുക്കളുടെ എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ്? മൂന്നാമത്തെ ടൈപ്പാണ് ഞാൻ കാണിക്കുന്നത്. ആൽഫ 0 ആയിട്ടുള്ള വസ്തുക്കളുടെ റോയും ടിയും തമ്മിലുള്ള ഗ്രാഫ്. റോ ഇവിടെ, ടി ഇവിടെ. ആൽഫ 0 ആണെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതായത് ടെമ്പറേച്ചർ കൂടിയാലും റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ മാറുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ അങ്ങനെ അല്ല ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരു കർവാണ് നമുക്ക് കിട്ടുക. ഈ രീതിയിലാണ്. ഇത് കണ്ടാൽ ഇതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് തോന്നും നമുക്ക്, പക്ഷെ അങ്ങനല്ല. അതിന്റെ എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും വാല്യൂ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ 1ഉം ഇവിടെ 1.1 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 1, 1.1. അത് ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ ഉണ്ട്. റെസിസ്റ്റിവിറ്റി മെറ്റൽസിനൊക്കെ 10⁻⁸ ഓം മീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10⁻⁸ ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റി. ഇവിടെ ഒരു 200 മുതൽ 400, 600, 800 കെൽവിൻ വരെ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഏതാണ്ട് 600 കെൽവിൻ ചൂടാക്കുമ്പോൾ ഇതിൽ വന്ന വേരിയേഷൻ എത്രയാണ്? 1ൽ നിന്ന് 1.1, അതായത് 0.1 ഇൻറ്റു 10⁻⁸. 0.1ന്റെ ഇടതുവശത്ത് 8 0 കൂടെ ചേരാനുണ്ട്. അത്രയും ചെറിയ വേരിയേഷനേ ഉള്ളൂ. അപ്പൊ ഇത് ഗ്രാഫ് ഭയങ്കര എക്സ്പാൻഡഡ് ഗ്രാഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. ആക്ച്വലി ഇത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആണ്. വളരെ ചെറിയ വാല്യൂ മാത്രമേ വേരിയേഷൻ വന്നിട്ടുള്ളൂ. വളരെ ചെറിയ വേരിയേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ മംഗാനിൻ ഓർ കോൺസ്റ്റന്റൻ ഓർ മെയിൻലി നിക്രോം. ഇതുപോലെയുള്ള ആൽഫ 0 ആയിട്ടുള്ള വസ്തുക്കളുടെ റോയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് ഈ വരച്ചേക്കുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ പാരബോളിക് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആൽഫ പോസിറ്റീവ് ആണെങ്കിൽ മെറ്റൽസിന്റെ കേസിൽ, ആൽഫ നെഗറ്റീവ് ആണെങ്കിൽ അതേപോലെ ഡിക്രീസ് ചെയ്യുന്നു. ആൽഫ 0 ആണെങ്കിൽ ഇതാണ് ഗ്രാഫിന്റെ നേച്ചർ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്തുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിന് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി.
അതുപോലെ റെസിസ്റ്റിവിറ്റിയുടെ വേരിയേഷൻ പഠിച്ചു. പിന്നീട് നമ്മൾ ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി. അതിനനുസരിച്ച് ആൽഫ പോസിറ്റീവോ നെഗറ്റീവോ സീറോ ആവുന്ന മെറ്റീരിയൽസിനെയും അവയുടെ ഗ്രാഫുകളുമാണ് ഇതുവരെ പരിചയപ്പെട്ടത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് what are the drawbacks or failure of Ohm's law. Failures or drawbacks of Ohm's law. Ohm's law is not a universal law. ഒരു യൂണിവേഴ്സൽ ലോ അല്ല. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന മാതിരി അല്ല ഓംസ് ലോ. ഓംസ് ലോ തുടങ്ങുന്നത് തന്നെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ. അതായത് എപ്പോഴും ഇത് വാലിഡ് അല്ല എന്ന് നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ പറയാം. അപ്പോൾ പല അവസരങ്ങളിലും അല്ലാതെ തന്നെ പല അവസരങ്ങളിലും ഓംസ് ലോ വാലിഡ് അല്ലാതെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് ഓംസ് ലോ ഫെയിലിയർ പരാജയപ്പെടുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യുന്ന വസ്തുക്കളും ഓംസ് ലോ ഒബേ ചെയ്യാത്ത വസ്തുക്കളും ഉണ്ട്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന വസ്തുക്കളെ പറയുക ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ്. ഓമിക് കണ്ടക്ടേഴ്സ്, മെറ്റീരിയൽസ് വിച്ച് ഒബേ ഓംസ് ലോ are known as ohmic conductors. All metals like aluminium, copper, iron, nichrome, nickel, cobalt, all metals obey Ohm's law. That is V proportional to I or I proportional to V, and the graph between V and I is a straight line. Okay, ഇതാണ് ഓമിക് കണ്ടക്ടേഴ്സിന്റെ നേച്ചർ. വിയും ഐയും പ്രൊപ്പോർഷണൽ ആണ്, തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഓംസ് ലോ ഒബേ ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓംസ് ലോ ഒബേ ചെയ്യാത്തവയെ നമ്മൾ പറയുക നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ്. നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് ഒബേ ഓംസ് ലോ ആർ നോൺ ആസ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. All semiconductors are non-ohmic conductors. Example, germanium or silicon type semiconductors are all non-ohmic conductors. Okay, they do not obey Ohm's law. അതായത് V proportional to I എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവയുടെ ഗ്രാഫ് വിയും ഐയും തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ജർമാനിയത്തിന്റെയോ സിലിക്കന്റെയോ VI ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ല ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു കർവാണ് നമുക്ക് കിട്ടുക. ഇത്രയല്ല, കുറച്ചും കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു കർവാണ് കിട്ടുക. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതാണ് അതിന്റെ ഡീവിയേഷൻ. അപ്പം ഓംസ് ലോ എവിടെയൊക്കെയാണ് പരാജയപ്പെടാൻ പോകുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് ഈ പറഞ്ഞ VI ഗ്രാഫ് നോട്ട് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള കണ്ടീഷൻ വരുന്നു. ഫോർ ജർമാനിയം ആൻഡ് സിലിക്കൺ V and I are not proportional, their graph is not a straight line. അപ്പൊ അതാണ് ഒന്നാമത്തെ ഫെയിലിയർ അല്ലെങ്കിൽ ഡ്രോബാക്ക് ഓഫ് ഓംസ് ലോ. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരു ഡയോഡ് പോലെയുള്ള കേസുകളിൽ, ഡയോഡ് PN ജംഗ്ഷൻ ഡയോഡ് എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇങ്ങനെ വെച്ചാൽ ഈ ഭാഗം P ടൈപ്പും ഈ ഭാഗത്തിന് N ടൈപ്പ് എന്ന് പറയും. ഈ P ഭാഗത്തിന് നമ്മൾ പോസിറ്റീവ് കൊടുക്കുകയും N ഭാഗത്തിന് നെഗറ്റീവ് കൊടുക്കുമ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർവേഡ് ബയസിങ് എന്ന് പറയും. തിരിച്ച് P ഭാഗത്തിന് നെഗറ്റീവും N ഭാഗത്തിന് പോസിറ്റീവും കൊടുക്കുമ്പോൾ അതിന് റിവേഴ്സ് ബയസ് ആണ് എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡയോഡിന് വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് എ സെമി കണ്ടക്ടർ, ഡയോഡിന് ഫോർവേഡ് ബയസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന നേച്ചർ അല്ല റിവേഴ്സ് ബയസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന നേച്ചർ. അല്ലെങ്കിൽ ഫോർവേഡ് ബയസിൽ ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ കിട്ടുന്ന കറണ്ട് അല്ല റിവേഴ്സ് ബയസിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന കറണ്ട്. ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഒരു ഡയോഡിന്റെ ഫോർവേഡ് ബയസിങ് VI, ഫോർവേഡ് ബയസിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, Pക്ക് പോസിറ്റീവും Nന് നെഗറ്റീവും കൊടുക്കുന്നു. അപ്പോഴുള്ള ഗ്രാഫാണ് ഞാൻ നേരത്തെ ഇവിടെ വരച്ചത്. ഇത് ഫോർവേഡ് ബയസിങ്ങിന്റെ ഗ്രാഫ്. റിവേഴ്സ് ബയസിങ്ങിന്റെ ഗ്രാഫ്, അതായത് Pക്ക് നെഗറ്റീവും Nന് പോസിറ്റീവും കൊടുത്താൽ കറണ്ട് ഉണ്ടാവില്ല. ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്, നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നു. Y ആക്സിൽ കറണ്ട് ആണ്, കറണ്ട് ഉണ്ടാവുന്നില്ല. കുറേ നേരം കറണ്ട് ഉണ്ടാവില്ല എത്ര V ഇൻക്രീസ് ചെയ്യുമ്പോഴും. പിന്നീട് പെട്ടെന്ന് അതിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണ്. ഹൈ കറന്റ് ഫ്ലോ ചെയ്യും, അത് വല്ലാണ്ട് ഹീറ്റ് ആവും, മിക്കവാറും അത് കത്തിപ്പോവുകയും ചെയ്യും. അപ്പൊ ഹൈ കറന്റ് ഫ്ലോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതാണ് ഒരു VI ഗ്രാഫ്. ഫോർവേഡ് ബയസിങ്ങിലും റിവേഴ്സ് ബയസിങ്ങിലും ഒരു ഡയോഡിന്റെ VI ഗ്രാഫ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഫോർവേഡ് ബയസിങ്ങിൽ കിട്ടുന്ന കറണ്ട് അല്ല റിവേഴ്സ് ബയസിങ്ങിൽ കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ 2 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. 2 വോൾട്ടിന് ഇവിടെ ഒരു ചെറിയ കറണ്ട് ഉണ്ട്, ഇവിടെ 0 ആണ്. ഇവിടെ 3 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഇത്രയും കറണ്ട് ഉണ്ട്. ഇവിടെ 3 വോൾട്ട് കൊടുത്തിട്ടും ഇവിടെ കറണ്ട് ഇല്ല.
ഇവിടെ 4 വോൾട്ട് കൊടുത്തു, ഇത്രയാണ് കറണ്ട്. ഇവിടെ 4 വോൾട്ട് കൊടുത്തപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഹൈ വാല്യൂ ആണ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ കറണ്ടിന്റെ വാല്യൂ കൊടുക്കുന്ന വോൾട്ടേജിന്റെ സൈനിനനുസരിച്ചിട്ട് മാറുകയാണ്. കൊടുക്കുന്ന വോൾട്ടേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതിനനുസരിച്ചിട്ട് കറണ്ടിന്റെ വാല്യൂ മാറുന്നു. സോ ദ കറണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈൻ ഓഫ് വോൾട്ടേജ്. ദാറ്റ് ഈസ് അനദർ ഫെയിലിയർ ഓഫ് ഓംസ് ലോ. ഓംസ് ലോയിൽ അങ്ങനെയൊന്നും പറയുന്നില്ല, സൈൻ അനുസരിച്ചിട്ടാണ് മാറുകയെന്നൊന്നും ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നില്ല. പക്ഷെ ആക്ച്വലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് കൊടുക്കുമ്പോഴും നെഗറ്റീവ് കൊടുക്കുമ്പോഴും ഉണ്ടാവുന്ന കറണ്ടിന്റെ വാല്യൂ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് ഓംസ് ലോയുടെ ഒരു പരാജയമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫെയിലിയർ, ഇതൊന്നും അല്ലാത്ത ചില ഗാലിയം ആർസനൈഡ് എന്നൊക്കെ പോലെയുള്ള വസ്തുക്കളുടെ VI ഗ്രാഫ് നോക്കിയാൽ, VI ഗ്രാഫ് ഓഫ് ഗാലിയം ആർസനൈഡ് GaAs, അതിന്റെ ഗ്രാഫ് നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരു നേച്ചറാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഏതെങ്കിലും ഒരു കറണ്ടിന്റെ വാല്യൂ അത് ഈ വോൾട്ടേജിൽ കിട്ടും, ഈ വോൾട്ടേജിൽ കിട്ടും, ഈ വോൾട്ടേജിലും കിട്ടും. അത് V1ലും V2ലും V3യിലും ഒരേ കറണ്ടിന്റെ വാല്യൂ കിട്ടും. അത് V കൂടുന്നുണ്ട്, V1ൽ നിന്ന് V2ലേക്കും V3യിലേക്കും വോൾട്ടേജിന്റെ വാല്യൂ കൂടിയിട്ടും കറണ്ടിന്റെ വാല്യൂ കൂടിയിട്ടില്ല, അതേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ V ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു I, അല്ലെങ്കിൽ V കൂടിയിട്ടും I ഒരേപോലെ തന്നെ കിട്ടുന്നു എന്നുള്ളത് ഓംസ് ലോയുടെ ഒരു ഡ്രോബാക്ക് ആണ്. സോ ഫോർ ഗാലിയം ആർസനൈഡ് സെയിം കറന്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫോർ ഡിഫറെന്റ് വോൾട്ടേജസ്. So these are the 3 drawbacks or failures of Ohm's law. ഒന്നാമത്തത്, for semiconductors VI graph is not a straight line. രണ്ടാമത്തത്, current depends upon the sign of voltage applied. മൂന്നാമത്തത്, for gallium arsenide same current can be obtained for different voltages. ഇതൊന്നും ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റിന് യോജിക്കുന്ന തരത്തിലല്ലാത്തത് കൊണ്ട് ഓംസ് ലോ ഒരു പല കേസുകളിലും ഫെയിൽ ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓംസ് ലോ ഒബേ ചെയ്യുന്നവയെ ഓമിക് കണ്ടക്ടേഴ്സ് എന്നും ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിനെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക.